പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ 4 അധ്യായങ്ങളാണുള്ളത്. ഒന്നാമത്തെ അധ്യായം സമാധിപാദം, രണ്ടാമത്തെ അധ്യായം സാധനപാദം, മൂന്നാമത്തെ അധ്യായം വിഭൂതിപാദം, നാലാമത്തെ അധ്യായം കൈവല്യപാദം. അതിലൊന്നാമത്തെ പാദത്തിലെ ഒരു സൂത്രം നമ്മൾക്ക് പരിചയപ്പെടാം. സൂത്രം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. അഥ യോഗാനുശാസനം, അതാണ് ആദ്യത്തെ സൂത്രം. അതാണ് അഥ എന്നത് മിക്കവാറും നമ്മുടെ എല്ലാ സ്ക്രിപ്റ്റേഴ്സും തുടങ്ങുന്നത് അഥ എന്ന് വെച്ചിട്ടാണ്. അഥ യോഗോപദേശം വക്ഷ്യാമി, അതാണ് ഖേരണ്ഡ സംഹിത അങ്ങനെയാണ് തുടങ്ങുന്നത്. അഥ ഹഠയോഗാനുശാസനം, ഹഠയോഗ പ്രദീപിക അങ്ങനെയാണ് തുടങ്ങുന്നത്. അഥോ ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മസൂത്രം. അപ്പം ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റേഴ്സ് അഥ എന്നായിട്ടാണ് തുടങ്ങുന്നത്. അഥ എന്ന വാക്ക് ഒരു മംഗളാചരണ വാക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് നല്ല ഒരു തുടക്കത്തിന് വേണ്ടിയുള്ള ഒരു വാക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുകൂടാതെ അഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, അല്ലെങ്കിൽ ഇനി നമ്മൾക്ക് യോഗ തുടങ്ങാം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്റ്റേജിലെത്തിയ, ആത്മീയമായി ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയ ഒരാൾ മാത്രമേ യോഗയിലേക്ക് കടന്നു വരൂ. അതാണ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഇതിൽ വരൂ. നമ്മൾ എത്ര പറഞ്ഞാലും ശരി, വരുന്നത് വളരെ കുറവായിരിക്കും. അതുതന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. മനുഷ്യാനാം സഹസ്രേഷു കശ്ചിദ്ധ്യദപി സിദ്ധയേ യദതാം അഭിസിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്ന് വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഇത്തരം പഠനങ്ങളിൽ എത്തുകയുള്ളൂ. ആ എത്തിയതിൽ തന്നെ അതിൽ തുടരുന്നവർ ഇത് കൃത്യമായി മനസ്സിലാക്കി തുടരുന്നത് വളരെ പരിമിതമായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതും അതുപോലെയാണ്. കാരണം എല്ലാവരും യോഗയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ സംസാര ചക്രം ബാക്കിയില്ല. എല്ലാവരും യോഗയിൽ എത്തിക്കഴിഞ്ഞാൽ, എല്ലാവരും സെൽഫ് റിയലൈസ് കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചമില്ല, പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് അത് പ്രകൃതിയുടെ തന്നെ ഒരു എന്താ പറയേണ്ട ഒരു സെലക്ഷനാണ്. ഡിസേർവിങ് ആയ ആൾക്കാർ, വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ യോഗയിലൂടെ വന്ന് അത് ആഴത്തിൽ പഠിച്ച് ആത്മസാക്ഷാത്കാരം നേടുന്ന അവരുടെ എണ്ണം വളരെ വളരെ കുറവായിരിക്കും. അത് പ്രകൃതി നിർദ്ധാരണമാണെന്ന് പറയാം. നേച്ചുറൽ സെലക്ഷൻ പ്രകൃതിയിൽ തന്നെ തീരുമാനിക്കപ്പെട്ടതാണ്. ഈ സംസാര ചക്രത്തിൽ ആരൊക്കെ യോഗയിൽ വരണം, ഏതൊക്കെ ഘട്ടങ്ങളിൽ എത്തിയിട്ട് ഈ സംസാരം വിടണം. നമ്മുടെ യോഗ ശാസ്ത്രം അല്ലെങ്കിൽ ഷഡ്ദർശനങ്ങളിലെല്ലാം സംസാര ചക്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സംസാര ചക്രം നിലനിൽക്കും, ഒരു സംശയവുമില്ല. നമ്മുടെ ഈ ജീവിതം കൊണ്ട് അവസാനിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മനസ്സിന് ഏത് നിലയിൽ എത്തിയിട്ട് ഇവിടുന്ന് പോകുന്നോ അതിൻ്റെ തുടർച്ചയായിരിക്കും അടുത്ത ജന്മം. ആ മനസ്സിനെ നമ്മൾ മെരുക്കാൻ വേണ്ടുന്ന, ടൈം ചെയ്യാൻ വേണ്ടുന്ന ഒരു സാധനയാണ് യോഗ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ തുടർച്ച അടുത്ത ശ്ലോകത്തിൽ പറയാം. അപ്പോൾ ഇത് ഒരു പ്രത്യേക ആത്മീയ തലത്തിലെത്തിയ ആൾക്കാർ മാത്രമേ യോഗയിൽ വരൂ. അതുകൊണ്ടാണ് പറഞ്ഞ് ഇനി നമ്മൾക്ക് യോഗ തുടങ്ങാം. ഈ സൂത്രം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത സൂത്രം ഇതുപോലെ ചെറിയ ഒരു വീഡിയോ ക്ലിപ്പായി ഇടാം. 5 മിനിറ്റിൽ കൂടുതൽ ആരും ശ്രദ്ധിക്കൂല. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട് ഇടുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. താങ്ക് യു.